പിന്നെ നമ്മളവിടെ ആർപ്പൊതിയില്ല വെട്ടുപൊതിയില്ല പിച്ചാത്തിയില്ല ഒന്നുമില്ല. ഇതെല്ലാം തന്നിരുന്നെങ്കിൽ ഈ വീട്ടിൽ ഞാൻ ഒരു ചോരക്കളമാക്കിയേനെ. അറപ്പോത്തിയും വെട്ടോത്തിയും പിച്ചാത്തിയും ഇല്ലാത്തോണ്ട് ഞാൻ കല്ലിൽ ഒതുക്കുന്നു. പറയണത് കേട്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇത് ഒന്ന് പറഞ്ഞോട്ടോ കരഞ്ഞു തീർക്കാൻ. അപ്പൊ ഇത് മനുഷ്യ ഇന്ന് എന്ത് വേണം രാത്രിയിലത്തേക്ക് കഴിക്കാൻ? രാത്രി എന്തിനു വേണം? 65,000 രൂപ ശമ്പളം. പറ ഇന്ന് എന്തിനു കഴിക്കാൻ വേണം? ദോശയുണ്ട്. കറി ചമ്മന്തി പതിയാ? രാവിലെ സാമ്പാറായിരുന്നു. മഷ്റൂം. പിന്നെ മഷ്റൂമിനോടൊപ്പം ഈ സമയത്ത് ഇവിടെ കടയിലെന്ന് പറഞ്ഞാൽ രാവിലെ തീരുവിടാ. അത് എപ്പോഴും കാണൂല. എവിടാ തന്നെ? പേരൂക്കടയാ? എങ്കിൽ പിന്നെ പോയി വാങ്ങിച്ചിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങാം, കറി വയ്ക്കാം. പെട്ടെന്ന് നേരത്തെ വേണം. മണി 4 കഴിഞ്ഞ്. പാടില്ലെങ്കിൽ താമസിച്ച അത് കുറച്ചു നേരം ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിരുന്നാലാണ് അത് പ്രിപ്പയർ ചെയ്യുമ്പോ ടേസ്റ്റ് കിട്ടുന്നത്. എവിടെ തൊട്ടാലും വികാരമാണല്ലേടാ, വികാര ജീവി. ബ്രെഡ് എന്നൊക്കെ വേണ്ട. ഒരിടം തൊടാൻ നിവൃത്തിയില്ല. പോയി ട്യൂഷൻ പോകും. എടാ ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് എനിക്ക് നിന്നെ ഇങ്ങനെ സ്നേഹത്തോടെ തലോടാ. എവിടെ തൊട്ടാലും വികാരം. എന്തൊരു ജന്തു ഇപ്പൊ. എടാ ഇങ്ങനെ തൊട്ടിട്ട് എന്തൊരു ജന്തുവോ എന്തോ. ശരി, എങ്കിൽ പിന്നെ ഒരു കാര്യം, അവനെ ട്യൂഷൻ ആക്കിട്ട് പോയി മഷ്റൂം എടുത്തുണ്ടോ? വേണ്ട കേട്ടോ, നമ്മൾ ട്യൂഷൻ വിട്ടുള്ള കളി ഈ വീട്ടിലില്ല കേട്ടോ. പോയി പോണീറ്റേ ഇല്ലാതെ മുഴുവൻ കഴിച്ചിട്ടേ പോവുള്ളൂ കേട്ടോ. നന്ദൻ മുഴുവനും കഴിച്ചിട്ട് പോയാൽ മതി. അമ്മച്ചി എടുത്തോണ്ട് പോണോ അല്ലേ? ചീറ്റി വലിയൊരാട്ട്. സീറ്റി നീ ബാ. അനുവാദം ചോദിക്കണം നിങ്ങളില്ലേ പോട്ടാന്ന്. നീ ബാ, ഞാനല്ലേ വിളിക്കണേ. വാ പോട്ടാ. അനുവാദം പോയിട്ടോ. അവൻ കുടിക്കട്ടെ, കൊണ്ടാടുന്നു ഓടിയിടന്ന് കുടിക്കട്ടെ. അങ്ങനെ മഷ്റൂം വാങ്ങാൻ പോകുന്നു ഗൈസ്. അങ്ങനത്തെ നമ്മുടെ മഷ്റൂം ടീം വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് പോയപ്പോ ഒരെണ്ണമായിരുന്നു, തിരിച്ചെന്നപ്പോ വേറെ ഒരെണ്ണമായിരുന്നു. തിരിച്ചെന്നപ്പോ അതേണ്ട കുഞ്ഞിപ്പെണ്ണിനെ എടുത്തോണ്ടാണ് വരുന്നത്. അങ്ങോട്ട് പോയപ്പോ നന്ദപ്പനായിരുന്നു. നന്ദപ്പനെ ട്യൂഷൻ സെന്ററിലാക്കിയിട്ട് വരുവാണേ. ഇത് കഴിക്കാൻ നല്ല കൊതിയാണ്. ഇതാണ് 100 രൂപയുടെ മഷ്റൂം. ഇത് വീട്ടിൽ നിന്ന് ഇപ്പൊ പറിച്ചു തന്നെയാണല്ലേ? ഇപ്പൊ പറിച്ചു കൊടുത്ത കൃഷിയാണല്ലേ? അവരവിടുന്ന് പുറത്തിറങ്ങി പോകാൻ പോയതാണ്. അപ്പോഴാണ് പകുതി വരെ വഴിക്ക് വിളിച്ച് അവരെ മകൻ വിളിച്ച് പറഞ്ഞു തന്നെ. ശരി ബാ, കൊണ്ടുവാ. അപ്പതേ നമ്മുടെ ഫ്രഷ് ഹോം മഷ്റൂം ഇതേതാ പൊട്ടിക്കുവാണ്. ഇപ്പൊ പോയി ഭീഷണിപ്പെടുത്തി വാങ്ങിപ്പിച്ചുകൊണ്ട് വന്നേന്നാണ് തോന്നേട്ടാ. സാധാരണ ഈ പുള്ളി ഈ മഷ്റൂം കൊടുക്കുന്ന ആളെ കൃഷിഭവനിൽ അവിടെ ഇവിടെയൊക്കെ രാവിലെ കൊണ്ട് ഏൽപ്പിക്കും. വേണ്ട അയ്യോ അതിനകത്തിരിക്കണോ. അയ്യോ എന്റെ കുഞ്ഞിപ്പെണ്ണ് കാച്ചോണ്ട്, ഇല്ലെങ്കിൽ ഇച്ചിരി മിസ്സായന. ഇച്ചിരി 10 രൂപയുടെ ഷാനമാണ്. ഇത് കണ്ടിട്ട് ആരും എന്നെ കളിയാക്കാൻ വരരുത്. ഒരു വട്ടം എന്റെ കളിയാക്കൽ ഞാൻ നന്നായിട്ട് സഹിച്ചു. ഇത് അറപ്പ് കത്തി.
അറപ്പോത്തി എന്ന് പറയും. ഇത് നിങ്ങൾക്ക് ആർക്കും അറിയണമെന്നൊരു നിർബന്ധമില്ല, പണ്ടത്തെ തലമുറകൾക്കറിയാം. ഇത് എൻ്റെ അമ്മ എനിക്ക് തന്നതാണ്. അമ്മ തന്നതല്ല, അമ്മ വാങ്ങിച്ചു തന്നേന്ന്. കല്യാണം കഴിച്ചിട്ട് ശ്രീധരനായിട്ട് തന്നുവിട്ട കൂട്ടത്തില് ഒരു മുറം, ഒരു വട്ടി, പിന്നെ ഒരു അറുപ്പോത്തി, ഒരു മീനിറക്ക, ഒരു പിച്ചാത്തി, ഒരു മോക്ക് കല്യാണം കഴിച്ചിട്ട് ശ്രീധരനായിട്ട് കൊടുത്തതിന്റെ കൂട്ടത്തിൽ അത് തന്നെ. അറുപ്പോത്തി പോലും കൊടുത്തു. ഏതമ്മ ചെയ്യും അത്? ചവക്കില്ല, പച്ചക്ക് കഴിക്കാൻ പോലെ നോക്കിയാണ് ഞാൻ ആഡ് ചെയ്ത് തരും. ഏതമ്മ ചെയ്യും അത്? പാവ എൻ്റെ അമ്മ അറപ്പോത്തി തന്നുവിട്ട്, അറപ്പോത്തി, പിച്ചാത്തി, വട്ടി, മുറം. അയ്യോ എനിക്ക് അറിഞ്ഞൂടാ പാവം. അതുകൊണ്ട് ഇതിനാരും പോ കൊതുവേ, ഇതിനാരും കളിയാക്കണ്ട. ഇത് ഇന്നത്തെ തലമുറയ്ക്ക് അലാറം കേൾക്കണം. ഇന്നത്തെ തലമുറ ഇത് കാണില്ല. ഇത് എനിക്ക് പക്ഷെ ഇത് ഭയങ്കര കംഫർട്ടാണ് കേട്ടോ. ഇന്ന് ചോപ്പറിലൊക്കെ അല്ലേ എല്ലാവരും അരിയണേ, പക്ഷെ എനിക്കിത് ഭയങ്കര. ഞാൻ ഇവിടെ നിക്കണമ്മ. നിങ്ങൾ എവിടെ കിടന്ന് വിളിക്കണത്? ഓ തന്നെ. ചെരുപ്പ് കൊടുത്ത് അങ്ങനെ ഒരു പ്രശ്നമാണ്. ചെരുപ്പൂരാ മടിച്ച് തിണ്ണയിലും കേറൂല. ചവിട്ടിക്കൂടെ? അപ്പൊ അറിയാം. ഇല്ല വാങ്ങിച്ചില്ല അമ്മ. ഞാൻ ഇന്ന് പറഞ്ഞല്ലേ ഇന്നലെ വാഴക്കപ്പം വാങ്ങൂലെന്ന്. വാഴക്കപ്പം എങ്ങനെ എന്നും തിന്നണ്ട. അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത്? നമ്മുടെ അറപ്പുവത്തിയില്. പച്ചക്ക് തിന്നൂല അമ്മ, ഇത് കറി വെച്ച് തിന്നോളൂ. ഇത് കൂണ് കൂണ് കൂണ്. ഓ പണ്ട് ഇവിടെ ഈ പറമ്പിലൊക്കെ അവിടെ എവിടെയൊക്കെ നിക്കുവായിരുന്നു. നിങ്ങളെ മോൻ പറഞ്ഞേക്കാൻ തെങ്ങിലൊക്കെ ഉണ്ടായിരുന്നെന്ന്. കണ്ടിട്ടില്ലേ? തന്നെ ഇവിടെ ഉണ്ടായിരുന്നു, ഈ പറമ്പിനകത്തുണ്ടായിരുന്നു. ഇവിടെ നിറച്ചുണ്ടായിരുന്നു പറഞ്ഞു. ഇത് കറി വെക്കും, ഇറച്ചിക്കറി വെക്കും പോലെ വെക്കും, നല്ല രുചിയാണ്. അറിഞ്ഞൂടെ? ഞാൻ നിങ്ങൾക്ക് വെച്ച് തന്നിട്ടുണ്ടല്ലോ. നീ വെച്ചെന്നാ അറിയാം. അത് തന്നെ. നമുക്ക് ഇവിടെ ഇരിക്കേ. അപ്പൊ നമ്മളെ മാറ്റർ അറപ്പോത്തി. ഇതില് അരിഞ്ഞാല് ഇപ്പൊ നിങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും ചോപ്പറാണ് ഈസി ടു യൂസ്. ഇതെല്ലാം തന്നിരുന്നെങ്കിൽ ഈ വീട്ടില് ഞാൻ ഒരു ചോരക്കളമാക്കിയേനെ. അറപ്പോത്തിയും വെട്ടോത്തിയും പിച്ചാത്തിയും ഇല്ലാത്തോണ്ട് ഞാൻ കല്ലിൽ ഒതുക്കുന്നു. പറയണത് കേട്ടോ തോന്നുന്നു. അപ്പൊ ഇത് ഒന്ന് പറഞ്ഞോട്ടോ കരഞ്ഞു തീർക്കാൻ. അപ്പൊ ഇത് നമ്മള് ഈ ബീട്രൂട്ടൊക്കെ ഇങ്ങനെ അരിഞ്ഞിട്ട് ഇങ്ങനെ അരിഞ്ഞാൽ നമ്മൾ ചോപ്പറിലിട്ട് അരിയുന്നതിനെക്കാട്ടിയും തരിതരിയായിട്ട് കിട്ടും. നോട്ട് ദ പോയിന്റ്. ചോപ്പറിൽ നമ്മളിങ്ങനെ ഇട്ട് ഇങ്ങനെ വലിച്ച് 6 വലിയുമ്പോ ചോപ്പറിന്റെ വള്ളി ലൂസാവും. അപ്പൊ കലി വരുമ്പോ അതിനായിട്ട് ഞാൻ ദൂരക്കളയും ഇതിനെടുക്കും. ഇതിനൊരു കേടുമില്ല. ഇത് ഇതുപോലെ ഒരു കയ്യുറ യൂസ് ചെയ്യണമെന്ന് മാത്രം. ആരും വെച്ചെന്നിട്ടില്ല, എനിക്ക് നീ വെച്ചെന്നാലേ ഉള്ളു. ഇന്നാള് ഏത് വെച്ച് തന്നത് ഓർമ്മയുണ്ടോ? ഇന്നാള് വെച്ച് തന്നത് അറിയല്ല. അത് എനിക്ക് നീ വെച്ചെന്നാ മതി തന്നല്ലേ? അതറിഞ്ഞ ആരും പിടിക്കില്ല. അങ്ങനെ ഒരു കോംപ്ലിമെന്റ് ഞാൻ കേട്ടത് എനിക്ക് സന്തോഷായി. നീ വെച്ചെന്നാ മതി. വെച്ചുതരാം. നീ ഇവിടെ വന്നാണ് രുചിയായിട്ട് വെച്ചേരുന്ന തുടങ്ങിയത്. അങ്ങനെ ഞാൻ തിന്ന നിനക്കറിയാല. അല്ലാതെ ആരുമില്ല, അല്ലാതെ ആരുമില്ല. നമുക്ക് വലിയൊരു കൊണ്ടാ. അച്ഛനും പോയി, അമ്മയും പോയി, അമ്മൂമ്മയും പോയി. 7ാമത്തെ വട്ടം ആരുണ്ട്? ഇന്ന് 7ാമത്തെ വട്ടം. ഞാൻ എണ്ണിയായിരുന്നു. അച്ഛനില്ല, അമ്മയില്ല, ആരുമില്ല. നീ ഒരു വാഴക്കപ്പം. അതെ, ഇവിടെ വാഴക്കപ്പം ഞങ്ങൾ നിർത്തി. ഇനി ഇവിടെ വാഴക്കപ്പവും വാങ്ങില്ല, നെയ്യപ്പവും വാങ്ങില്ല, എണ്ണ പലഹാരം ഒന്നും ആർക്കും വാങ്ങൂല. കൊളസ്ട്രോള്. ആ കൊച്ചിന് ഈ എണ്ണ പലഹാരം ഒന്നും കഴിച്ചുകൂടാ. നിങ്ങൾക്ക് നിരന്തരം നിങ്ങളെ മോൻ ഇപ്പൊ എണ്ണ പലഹാരം വാങ്ങിച്ചെന്ന് നിങ്ങൾക്ക് നല്ല കൊഴുപ്പായി എന്ന് എനിക്ക് മനസ്സിലായി.
പെണ്ണോടെ പോയാ അപ്പൊ എണ്ണയിലിടാത്ത ഒന്നും എണ്ണയിലിടാത്ത ബ്രെഡ് ഉണ്ട്, അത് തരാം. പിന്നെ ആ ബെഡ് ഉണ്ടെങ്കിൽ അത് മതി. ഇന്നിപ്പോ തിന്നല്ല, ഇനി നാളെ അല്ലേ, ഇന്ന് കഴിച്ചല്ല, നാളെ തരാം. ഇന്ന് റൊട്ടിയില്ല, ഇന്ന് റൊട്ടിട്ട് അത് തന്നെ, നാളെ ആവട്ടിനി. ഇപ്പൊ നമ്മള് ചോറ് ഇനിയിപ്പോ രാത്രി ചോറ് തിന്നാൻ സമയമായല്ല, അപ്പൊ ഇനി ചോറ് രാത്രി ചോറ് അത് തന്നെ അപ്പൊ തിന്നാ. പഠിക്കാൻ നേരത്തെ വരുള്ളൂ. അതിവിടെ ഇരിക്കല്ലേ, ഇനി വരാൻ പോ, ഇവിടെ പോവാൻ പോണ. ഇന്നലെ മഴയായോണ്ടല്ലേ വരണ്ടാന്ന് പറഞ്ഞത്. ഇന്നലെ മഴയായിരുന്നു, ഇന്ന് മഴയല്ലല്ല. ഓടുന്നുണ്ട് യന്ത്രം. അറപ്പൂത്തി ഇവിടെ വെച്ചാണ് പോയാണ്. പിന്നെ ഈ സാധനം യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് ഇങ്ങനത്തെ കുരുപ്പുകളുള്ളതെങ്കിൽ സൂക്ഷിച്ചു വെക്കുക. ഒരു വട്ടം എടുത്ത് അവര് ഇതും ഇതൊക്കെ വെച്ച് തിന്ന സാധനം തന്നെ. ഓ അമ്മ വെച്ച് തിന്നുന്ന സാധനമല്ല. ഇനി സപ്പോസ് ഇത് വെച്ച് തിന്നുന്ന സാധനം അല്ലെങ്കിൽ ആദ്യം വെച്ച് നിങ്ങൾക്ക് തരാം. 1/2 മണിക്കൂർ കഴിഞ്ഞ് വേറെ കുഴപ്പമില്ലെന്ന് ഉറപ്പായിട്ട് ഞങ്ങൾ തിന്നാം. ഞങ്ങളൊന്നും എനിക്ക് ചെയ്യൂലെന്ന് എനിക്കറിയാം തന്നെ. അത് ന്യായം. ഇത്രയും നാളായിട്ട് ചെയ്തില്ല, ഇനി എന്തിട്ട് ചെയ്യാൻ. വിളക്കത്തില്ലേ? ഓ കത്തിക്കാൻ പോണു. എന്തോന്നാണ് കുഞ്ഞാ ഇവിടെ ഇരുന്നിട്ട് നമ്മളിന്ന് മഷ്റൂം കറി വെക്കണമെന്ന് ഹലോ ഗൈസിനോട് പറഞ്ഞോട്. എന്നിട്ട് പറ എങ്ങനെയാണ് മഷ്റൂം വെക്കണമെന്ന് പറഞ്ഞോട്. എങ്ങനെയാന്ന് പറഞ്ഞോട്. പറ. സവാള കുനുകുനുകുന അരിഞ്ഞ് പറ. എന്നിട്ട് നമ്മള് ചീനിച്ചട്ടിയിലിട്ട് വഴറ്റി നമ്മള് മുദ്ര ശ്രദ്ധിക്കണം. ചീനച്ചട്ടിയിൽ വെച്ച് വഴറ്റി നിങ്ങളും കാണിരമ്മ, കൊച്ചിനെ മാത്രം പറഞ്ഞ ചീനച്ചട്ടിയിലിട്ട് വഴറ്റി എല്ലാരും ഉണ്ട്. കുടുംബത്തിൽ ഒന്ന് മാത്രമല്ല, മൊത്തം ഇങ്ങനത്തെ കേസ് കെട്ടുകളാണ്. ഇനി എന്നിട്ട് തക്കാളി കുനുകുനുകുന അരിഞ്ഞ് കാണിതെല്ലാരും. തക്കാളി കുനുകുനുകുന അരിഞ്ഞ് നമ്മള് കറിയാ. അപ്പൊ ഗൈസ് നമ്മള് ഇന്ന് എന്റെ പ്ലാൻ എന്ന് പറയുന്നത് ഈ മഷ്റൂം കറി വെക്കുന്നത് എല്ലാരും ഒന്ന് കാണിക്കാൻ നേരത്തി. അപ്പൊ കുറെ പേര് ഇപ്പൊ ഇവൻ നമ്മളെ ഗസ്റ്റ് വന്നിട്ട് ഗസ്റ്റ് ആണെങ്കിലും ഇല്ല ആർക്കും കൊടുക്കൂല. ആർക്കും കൊടുക്കൂല. ഇല്ല ഓ ആൾക്കാർ കൊടുത്ത തുകയൂല. അത് തന്നെ കാണുന്നവരൊക്കെ കറി ചോദിക്കും. അപ്പൊ എന്ത് ചെയ്യും? ആർക്കും കൊടുക്കൂല. നമ്മുടെ സ്വന്തം മഷ്റൂം അമ്മ. അപ്പോഴ് എല്ലാരും പറയുന്ന ഇതുപോലെ ഉമ വെക്കുന്ന ഇപ്പം ഗസ്റ്റ് വന്നപ്പോഴാണെങ്കിലും അല്ലെങ്കിൽ കഴിക്കുന്നവരാണെങ്കിലും കൊള്ളാമെന്ന് പറഞ്ഞ് അന്ന് തൊട്ട് അതിന് ഈ ഫുഡിന്റെ അടിയിൽ വരുന്ന കമന്റാണ് ഉമ ചെയ്യുന്ന കുഞ്ഞിന് താഴോട്ട് വന്നേ ചെയ്യുന്ന കറിയുടെ റെസിപ്പി ഒന്നും ഇടണേന്ന്. അപ്പൊ ഞാൻ ആക്ച്വലി വിചാരിച്ചത് ഒരു സെപ്പറേറ്റ് ഒരു കുക്കിംഗ് ചാനൽ തുടങ്ങാമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ എനിക്ക് താല്പര്യമുണ്ട്. കാര്യം ഒരുപാട് പേര് പറഞ്ഞു ഒരു കുക്കിംഗ് ചാനൽ തുടങ്ങുമെന്ന് പറയുന്നുണ്ട്, ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, അത് കുക്കിങ്ങിനൊക്കെ ഒരാൾ മെനക്കെട്ട് ക്യാമറ ആയിട്ട് നടക്കണം. ഇതുപോലെ ഇതിപ്പോ ഒന്നുമില്ലെങ്കിൽ സെൽഫി സ്റ്റിക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ നന്ദപ്പൻ വെച്ചിട്ടോ ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ അതങ്ങനെയല്ല, അത് ഒരാൾ മെനക്കെട്ട് നടക്കണം. പിന്നെ പാടുണ്ട്. അപ്പൊ അതുകൊണ്ട് പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. പക്ഷെ ഞാൻ ഒരു കുക്കിംഗ് ചാനൽ തുടങ്ങാം, ഉറപ്പായിട്ടും തുടങ്ങും. അപ്പൊ ഇപ്പൊ ഞാൻ പ്ലാൻ ചെയ്തേക്കുന്ന ഇന്നത്തെ നമ്മളെ മഷ്റൂം കറി എങ്ങനെയാണ് ഞാൻ വയ്ക്കുന്നതെന്ന് കുക്ക് ചെയ്ത് കാണിച്ചിട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടാ. അപ്പൊ നിങ്ങൾ മഷ്റൂം വെക്കുന്നത് ഞാൻ വെക്കുന്നത് പോലെയാണോ എന്നുള്ളത് നമുക്ക് റെസിപ്പി അങ്ങോട്ട് ഇങ്ങോട്ട് ഷെയർ ചെയ്യാം. നീ കറി വെച്ച് കൊടുക്കാൻ പോടാ. അല്ലമ്മ ഞാൻ ഇങ്ങനെ ഷെയർ നമ്മളിങ്ങനെ ഈ ചെയ്യണ എങ്ങനെയാന്ന് പറഞ്ഞു കൊടുക്കും. ഈ ഫോണിൽ കൂടെ കൊടുത്താലൊന്നും അവർക്ക് കിട്ടൂല. അത് നമ്മൾ കൊണ്ടുവന്ന് പാത്രത്തിൽ കൊടുത്താലേ കിട്ടുള്ളൂ. ഇല്ല ഞാൻ ഷെയർ ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്യാം, എങ്ങനെയാണ് ചെയ്യുന്നുള്ള റെസിപ്പി നമ്മൾ ചെയ്യാം. അപ്പൊ ഇനി ബാക്കിയെല്ലാം നമുക്ക് പാചക സമയത്ത് സംസാരിക്കാം. വിളക്ക് എത്തിക്കാൻ സമയമായി കേട്ടാ, ഇരിക്കാനുള്ള സമയമില്ല. ഞാൻ വിളക്ക് എത്തിക്കാൻ പോണമ്മ. വിളക്ക് തേച്ച് കത്തിക്കാം. അതൊരു മുട്ട ഒരു പൂ നിക്കണാ വിരിഞ്ഞില്ലേ? പൂവല്ലേ എന്നെ വിളക്കിന് വെക്കേണ്ടത്? മൊട്ട് നിക്കണം. ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കണമെന്നോ? ഈ പറമ്പിൽ ഏത് മൊട്ട് വിരിഞ്ഞാലും അതിനെ കണ്ടുപിടിക്കാം. വിരിഞ്ഞില്ലേ? നമുക്ക് അടുത്ത് ചെമ്പരത്തിയിലല്ലേ? ചെമ്പരത്തി. നമുക്കത് എടുക്കാം. ഞാൻ പോയി വിളക്കൊരുക്കട്ടെ. ശരി. അപ്പൊ ഗൈസ് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂണിലെ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കേട്ടോ. ക്യാമറാമാന്റെ അഭാവം ഉള്ളതുകൊണ്ട് എല്ലാം സെൽഫിസ്റ്റിക് ആണ്. ക്യാമറാമാൻ ഇല്ല. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതില് തിളപ്പിച്ച വെള്ളം ഒഴിക്കുവാണേ ഞാന്. വേണ്ട
തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ട്, എല്ലാവരും ഇങ്ങനെ ചെയ്യുമോന്ന് എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെ ചെയ്യും. എന്നിട്ട് വേണ്ട ഒന്ന് ഇങ്ങോട്ട് ഇളക്കിയിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് നല്ല നല്ല കുഴകുഴാവും. അപ്പൊ പിന്നെ നമുക്ക് കുറച്ച് വേവിച്ചാൽ മതി. ഇങ്ങനെ ഇളക്കി അങ്ങിട്ടേക്കും. പിന്നെ അത് അവിടെ ഇരുന്ന് വെന്തോളും. ഇനി നമുക്ക് കൂട്ടാക്കാം. അപ്പൊ ദേ നമ്മുടെ ചീനിച്ചട്ടി ചൂടായിട്ടുണ്ടേ. നമ്മുടെ പാത്രങ്ങളൊക്കെ സാധാ പാത്രങ്ങളാണേ. അതിലോട്ട് ഒരു 2 സ്പൂൺ എണ്ണ. ഞാൻ സ്പൂൺ കണക്കൊന്നും അല്ല എടുക്കുന്നത്, പക്ഷെ ഇന്ന് നിങ്ങൾ വീഡിയോ കാണുന്നതുകൊണ്ട് സ്പൂൺ കണക്കിന് ഇടാന്ന് ഇരുന്നാൾ ആർക്കും തെറ്റിപ്പോകരുതല്ലോ. എന്നിട്ട് ഇതിലിട്ട് വേണ്ട സംഭവം കോണ്ടിട്ടുണ്ടല്ലോ, ഗ്രാമ്പൂ, കറുകപ്പട്ട, ഗ്രാമ്പൂ, ഇത്രയും വരാൻ പാടുള്ളൂ കേട്ടോ. 2 ഏലക്ക ഇതെല്ലാം കൂടെ ഇട്ട് ഇതിപ്പോ ഇത് ടപ്പൂന്ന് പൊട്ടും. എന്റെ കുഞ്ഞിപ്പെണ്ണ അടുത്ത് വന്നിരിക്കുകയാണെ, പക്ഷെ അവളെ ഇന്ന് കാണിക്കാൻ പറ്റാത്ത സാഹചര്യമായിപ്പോയി. അപ്പൊ ടപ്പോ പൊട്ടിയേ. അതിലോട്ട് ഇത്രയും കറിവേപ്പില. ചൂടാന്നറിയാലോ, പിന്നെ ഞാൻ തൊടാൻ പോയേ. ഇനി ഇതിലോട്ട് നമുക്ക് അടുത്ത് അത് മൂത്തേ വെളുത്തുള്ളി, ഇഞ്ചി തല്ലി ഇട്ടാൽ മതി കേട്ടോ. മക്കളത് കഴിക്കരുത്, തണുപ്പാ, ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാ. ഞാൻ ഇപ്പൊ TV ഓഫ് ചെയ്യും. പോയേ, അമ്മ ഡിസ്റ്റർബ് ചെയ്തോ. അമ്മയോട് അഡ്ജസ്റ്റ്മെന്റിലാണ് എടുത്തോണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇന്നത് ഇങ്ങനെ കിട്ടണം. നല്ല മണവും കേട്ടോ. ഇങ്ങനെ കിണ്ടണം. കിണ്ടിയത് ഒരു ഇച്ചിരി കളർ വ്യത്യാസം ആകുമ്പോഴത്തേക്കും, കളർ കുഞ്ഞു വ്യത്യാസം വന്നപ്പോഴത്തേക്കും ഇതിലോട്ട് 1.5 സവാള, അതായത് ഒരു വലിയ സവാളയും ഒരു കുഞ്ഞു സവാളയും കൂടെ, അങ്ങനെ 1.5 അല്ലല്ലോ 2 സവാള അരിഞ്ഞത് ഇങ്ങനെ ഇടുക. അതിലോട്ട് 2 പച്ചമുളക്, 2 പച്ചമുളക് അരിഞ്ഞ് കീറിയിട്ടതാ. ഇനി ഇതിനെ നമ്മളൊന്ന് ഇങ്ങനെ വഴറ്റണം. ഇതൊന്നും ഞാൻ ആർക്കും പറഞ്ഞു തരണ്ട, എല്ലാവർക്കും അറിയാനുള്ള കാര്യങ്ങളാണ്. വഴറ്റണ ആരും എന്നൊക്കെ ഉള്ളത്, എന്നാലും പറയണമല്ലോ. ഇനി ഇതിലോട്ട് ഒരു ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് കുറച്ച് മതി, കാര്യം നമ്മൾ കറിയിൽ ഉപ്പ് ചേർക്കുമല്ലോ. ഇനി ഇതൊന്ന് വഴണ്ട് വന്നോട്ടെ, ഒരു ചെറിയ ചുമപ്പ് നിറമാവണം. അപ്പം ഞാൻ വരാവേ. അപ്പോൾ നമ്മുടെ സവാളയുടെ നിറം മാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഒരു തക്കാളി, വലുതാണെങ്കിൽ വേണ്ട, ഒരു തക്കാളി അരിഞ്ഞത് അങ്ങ് ഇട്ട് കൊടുക്കാം. ചുമ വന്നു. ഇതിനെയും കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതൊന്ന് കുഴഞ്ഞ് പരികാകുന്നത് വരെ ഇളക്കുക. ശ്രദ്ധിക്കണം, അടി പിടിക്കരുത്. അടി പിടിച്ച ടേസ്റ്റേ മാറിപ്പോകും കേട്ടോ. കാരണം വൺസ് സവാള അടി പിടിച്ച് ടേസ്റ്റ് മാറിപ്പോയി. ഇനി നമുക്ക് കുറച്ചു നേരം എണ്ണ കാണാം. ഞാനിവിടെ ഉണ്ട് ഗൈസ്. ഈ പറയുന്ന മഷ്റൂമും ഞാനുമായിട്ടൊരു ചെറിയ സെന്റിമെന്റൽ സ്റ്റോറി ഉണ്ട്. കാര്യം എൻ്റെ അച്ഛൻ മരിക്കുന്നതിന് ഒരു 1 വീക്ക് ബാക്ക് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ഈ മഷ്റൂം കറി വെച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം അച്ഛൻ എന്ത് ചെയ്തു, നല്ല സഹകരണമുള്ള നാടാ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. അച്ഛൻ്റെ മണം വന്നിട്ട് ചേച്ചി ഇനി എന്തോ വെക്കണേന്ന് പറഞ്ഞപ്പോൾ തൊട്ടടുത്ത വീടാ, നല്ല മണം വന്നു. അപ്പൊ പറഞ്ഞ് അത് ഇതുപോലെ കൂണാണ് എന്ന് പറഞ്ഞപ്പം അച്ഛൻ പറഞ്ഞ് എടുത്തുപോകാൻ തരുമോന്ന് ചോദിച്ചു. അങ്ങനെ അച്ഛന് ചേച്ചി കൊടുത്തു. അതിൽ നിന്ന് ഇച്ചിരി പൂരം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. അച്ഛൻ മുഴുവനും കഴിച്ചു, നമുക്കൊന്നും തരാണ്ട്. എന്നിട്ട് അത് കഴിച്ചിട്ട് അച്ഛൻ പറഞ്ഞ് അസുഖമൊക്കെ ഒന്ന് മാറിയിട്ട് വാങ്ങിച്ചു വയ്ക്കണം. പക്ഷെ ഒരാഴ്ച കഴിയുമ്പോൾ മരിച്ചു. അതൊന്നും പിന്നെ ഇതൊക്കെ വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അച്ഛനൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തെല്ലാം വെച്ച് കൊടുക്കായിരുന്നു. അതുകൊണ്ട് അമ്മയ്ക്ക് മാക്സിമം പറ്റുന്നതൊക്കെ ഞാൻ വെച്ച് കൊടുക്കും കേട്ടോ. അപ്പം നമ്മുടെ സാധനം ഇവിടെ പാകമായിട്ടുണ്ട്. നമുക്കിനി ബാക്കി കാണാം. വേണ്ട, ഈ പരുവായേ. ഇനി നമുക്കിതിൽ കൂട്ടി ചേർക്കണം. അപ്പം ഞാൻ തീയൊന്ന് കുറയ്ക്കുവാണ്. ഇനി ഇതിൽ നമുക്ക് കൂട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ചേർക്കേണ്ട കൂടുതൽ മല്ലിപ്പൊടിയാണേ. മല്ലിപ്പൊടി 1 സ്പൂൺ വേണം. 1 സ്പൂൺ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിക്കാണ് ടേസ്റ്റ് കേട്ടോ. അല്ല അമ്മ, ഞാൻ ഇവിടെ ഫോട്ടോ പിടിക്കണ മഞ്ഞപ്പൊടി കണക്കിന് ഇല്ല അമ്മ. ഇത്തിരി ഒന്നും മിണ്ടാതിരുന്നാണി. എന്നെ വീഡിയോ എടുക്കാൻ സമ്മതിക്കണില്ലേ. മുളക് പൊടി ഇതിൽ ചേർക്കൂല കേട്ടോ. മുളക് പൊടി ചേർക്കാത്ത കാര്യം, എനിക്ക് മുളക് പൊടി ചേർക്കുന്നവരുണ്ടാവാം. എനിക്ക് മഞ്ഞ അല്ലെങ്കിൽ ലൈറ്റ് മഞ്ഞ അല്ലെങ്കിൽ വെള്ള കളറിൽ ഇരിക്കുന്നതാണ് ഇഷ്ടം. ഞാൻ മഞ്ഞ കളറാണ് ഇപ്പൊ ചെയ്യുന്നത്. വെള്ള കളറിലും കിട്ടും കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് ചേർത്തത്. മഞ്ഞപ്പൊടിയും ഇതിന് കൂട്ട് ചേരും കേട്ടോ. വേറെ മസാലപ്പൊടിയൊക്കെ ചേരും. ഇപ്പൊ ഇത് 2 മാത്രമേ ആവശ്യമുള്ളൂ. ചിലർ മുളക് പൊടിയും ചേർക്കും. ഇനി ഇതൊരു പച്ചമണം മാറുന്നത് വരെ വഴറ്റിയിട്ട് നമുക്കിതിനെ തണുപ്പിച്ചിട്ട് പേസ്റ്റ് ആക്കണേ. അപ്പൊ നമുക്കിതിനെ പേസ്റ്റ് ആക്കിയിട്ട് കാണാം. അപ്പൊ അതേ പേസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതേ പാത്രത്തിൽ തന്നെ 2 സ്പൂണ് എണ്ണയിട്ട് ഒരു ഇച്ചിരി നുള്ളു കടുക്. എനിക്ക് കടുക് ഇച്ചിരി പാടാണേ. ഇച്ചിരി കടുക് എടുത്തുള്ളൂ.
കടുക് ഇട്ടിട്ട് ഗൈസ്, കടുക് പാടെന്നല്ല, എനിക്ക് കടുക് എല്ലാ കറിക്കും നിറച്ച് വേണം. പക്ഷെ ഇതിന് ഞാൻ കുറച്ച് കടുക് ഇട്ടേണ്ട കാരണം എന്ന് പറയുന്നത് ഇതിലെനിക്ക് കടുകിനോട് അത്ര താല്പര്യം പോരാ. അപ്പൊ അതെ, കടുക് ഇട്ടിട്ട് ഇതിൽ ഒരു സവാള അരിഞ്ഞിട്ട് വഴക്കുവാണേ. പിന്നെ സെയിം പാത്രം ഇട്ടാൽ ആരും വഴക്ക് പറയരുത്, കഴുകാത്തോണ്ടല്ല, അതിൽ മസാലയുണ്ട്. അപ്പൊ അത് നല്ല മസാലയാണ്, അതുകൊണ്ടാണ് അതിൽ തന്നെ ഇട്ടത്. കഴുകാൻ മടിച്ചോ വേറെ പാത്രം എടുക്കാൻ മടിച്ചോ അല്ല കേട്ടോ, അത് നല്ല മസാലയാണ്, അത് നല്ല ടേസ്റ്റാണ് അത്. ഓക്കെ, അപ്പൊ അതെ വഴറ്റുവാണേ. ഒന്ന് വഴണ്ട് ഈ പരുവായാൽ മതി കേട്ടോ. കാര്യം എനിക്ക് സവാളക്കിരീര കിടക്കണം. ഇതിലോട്ട് നമ്മുടെ പേസ്റ്റ് ഒഴിക്കുവാണേ. ഇതാണ് പേസ്റ്റ്, നമ്മളിപ്പോ അടിച്ച ആ പേസ്റ്റ് ഇല്ലേ, അതാ സാധനം. ഇനി ഈ പേസ്റ്റിലോട്ട് നമ്മുടെ മഷ്റൂം എടുക്കും. ആ മഷ്റൂം ഇത്രയുണ്ട് കേട്ടാ, കഴുകി വൃത്തിയാക്കി വരുമ്പോൾ ഇത്രേ വരുള്ളൂ. അതങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ പറയാം, എൻ്റെ കറിക്ക് മഞ്ഞ കളറായിരിക്കും. കാര്യം എനിക്ക് ഈ പരുവാണ് എനിക്കിഷ്ടം. ഇതിൽ വെള്ളയ്ക്ക് വെക്കുന്നവരുണ്ട് കേട്ടോ. ഇത് കുറച്ചും കൂടെ കളർ കുറയും, തേങ്ങാപ്പാലാകുമ്പോൾ കളർ കുറയും. തേങ്ങാപ്പാൽ ചേർക്കട്ടോ ഇല്ല ലാസ്റ്റ്. ഇനി ഇതില് ഇച്ചിരി കുരുമുളക്, ഞാൻ കുറച്ച് കൂടുതൽ കുരുമുളക് എടുത്തത്. ഇതിൽ എരി കുറവാണ്, കാരണം 2 മുളക് ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇതിന് കുരുമുളക് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ, അത് പ്രത്യേക ടേസ്റ്റ്. ഇച്ചിരി മസാലപ്പൊടി, ഇത് ഇത്രയും മാത്രം മതി, വേറെ ഒന്നും ഇനി ഇതിന്റെ ആവശ്യമില്ല. ഇളക്കുക. ഇതൊന്ന് തിളച്ച് നന്നായിട്ട് വരണ്ട് വരുന്ന പരുവത്തിന് ഇതിനെ ഒന്ന് ആക്കിയെടുക്കാവേ. കുറുകട്ടെ, അപ്പോഴത്തേക്കും ബാക്കി കാണാം. അപ്പൊ അതെ ഈ പരുവാകുമ്പോഴത്തേക്ക് ഈ കുറുക്ക് ഈ പരുവാകുമ്പോ അതേ കണ്ട തേങ്ങാപ്പാൽ കാണാമോ എന്തോ ഭഗവാനെ, ഈ ഇങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് എൻ്റെ ഒരു ഗതികേട് നോക്കണേ, ഇങ്ങനെ 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 ഇളക്കി തേങ്ങാപ്പാല് എങ്ങനെ ആകുന്നത് വരായിട്ട് ഇതിന് ഒരു ചെറിയ വറ്റിയാൽ മതിയേ. ഒന്ന് തിളക്കുക, ഇതിരുന്ന് കുറുകിക്കോളും. ലാസ്റ്റ് ഇച്ചിരി മല്ലിയില ഇടണേ, അതും കൂടെ കാണാമേ. ഞാൻ നമ്മളെ ഫൈനൽ സ്റ്റെപ്പ് വന്നു കേട്ടാ. ക്യാമറാമ്മ ഊര് തണ്ടിയിട്ട് വന്ന്. അപ്പത്തെ ഫൈനൽ സ്റ്റെപ്പ് മല്ലിയില വേണ്ട, ഇത്രയേ ഉള്ളൂ. ഒന്ന് ഇടുക, ഇങ്ങനെ 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 ഇളക്കാം. വേണ്ട, ഇതാണ് നമ്മുടെ മഷ്റൂം കറി. ഇനി നമുക്ക് ഇതിന്റെ കറിയുടെ ടേസ്റ്റ് എങ്ങനെയെന്ന് നമ്മുടെ ടോപ്പൂസിനെ കൊണ്ട് ചോദിപ്പിക്കാം. ഈ കറി കൂട്ടിയിട്ടേ, ഏത് കൈ, ഇടത്തെ കയ്യാമ്മ, എങ്ങനെയുണ്ടോ നോക്ക്. പിന്നെ കൂട്ടിയിട്ട് നല്ല രുചിയായിരിക്കും. തൊട്ടേ കുരിഞ്ഞ്. ശരി, ഓക്കെ. ഞാൻ ചോറ് തരാം. പോടെ, ചോറ് തരാം. നമുക്ക് ദോശയാണേ. നമുക്ക് ദോശയും ഷോബൂസിന് ചോറും. അമ്മയ്ക്കറിയാലോ ചോറ് തന്നെ വേണം. അപ്പൊ നമുക്ക് എന്താണ് നന്ദൂസേ? പറഞ്ഞു, നീ പറഞ്ഞു കൊടുക്ക്. ഇപ്പോഴത്തെ കാർട്ടൂണുകളാണ്. അമ്മ കറി ഇതാണ്ട, ഈ കറി അതിൽ കൂടെ തട്ടട്ടാ, അതേ പ്രത്യേകം വെക്കണോ? ഒഴിക്കട്ടാ? ചൂടാണ് അവര് ചൂട്. അമ്മ വെളിയിൽ കളയമ്മ, വെളിയിൽ കളാ. മനസ്സിലായ ഇത് ഞാൻ ഒരു ഗോപു ഒരു ഷർട്ട് നിൽക്കണ അറിയാല്ല. ഗോപു അതിലെ ഗോപു ആണ് ചില ഷാഡോ ഒക്കെ നോക്കിയാൽ കറക്റ്റ് ആ ഗോപുയുടെ ഷർട്ട് അല്ലേ. ആ ഷർട്ട് നോക്കിയാണ് പിന്നെ കണ്ട കഷ്ടമുണ്ട്.
ഞാൻ പെൻസിൽ വരച്ചതാണെന്ന് കുഞ്ഞി പെൻസിൽ വരച്ചതാണെന്ന് പറയുന്ന പിന്നെ ഇത് ഞാൻ പെൻസിൽ കൊണ്ട് വരച്ചില്ല. പെൻസിലില് ആദ്യം പെൻസിൽ വരച്ചിട്ട് പിന്നെ അവിടെ ഷെയ്ഡിങ് ഒക്കെ ചെയ്ത് പിന്നെ ഞാൻ അതില് സ്കെച്ച് ചെറിയ സ്കെച്ചിന്റെ ഇതൊക്കെ ഇട്ട് വരച്ചു. പിന്നെ കണ്ട ഇതാണ് ചിൽ റോബോട്ട്. ചിൽ റോബോട്ട് രണ്ടാം ഡ്രോയിങ് ബുക്കാണ്. അവൻ പറയുമ്പോഴേ അവളും പറയണ അവിടെ തലയും കുത്തി ചാടണ്ടേ. ഈ മൂന്നാമത്തെ നാലാമത്തെ മലകയറാൻ ആര് വരും? ഇത് എന്റെ MS ഡോട്ടാണ്. ഇതെന്റെ ആദ്യത്തെ MS ഡോട്ടായിരുന്നേ. രണ്ടുപേരും കേട്ടോ, ഇതെന്റെ ആദ്യത്തെ MS ഡോട്ടായിരുന്നു. പിന്നെ ആദ്യം ഇതെന്താണ്? ആദ്യം പിന്നെ ഇതെന്റെ ഡ്രോ പിന്നെ ആർട്ട് ഗാലറിയാണ്. എല്ലാവർക്കും കാണാൻ ഈ ബുക്കിൽ എന്ത് വായിച്ചെല്ലാം എന്താ വീഡിയോ എല്ലാം കമന്റ് ചെയ്യും. മതി ചോദിച്ചാ സ്റ്റോപ്പാക്ക്. ഇതൊക്കെ എന്റെ സന്ധി ടീച്ചർ അറിയുന്നുണ്ടോ എന്തോ ഗൈസ്? പിന്നെ അവർക്ക് മനസ്സിലാക്കാം, കാര്യം അവരൊന്നും കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ. സബ്സ്ക്രൈബ് ചെയ്യണം. അതെന്താ ഏർപ്പാട് കുഞ്ഞ സബ്സ്ക്രൈബ് ചെയ്യണ്ടെന്നാ? സന്ധി ടീച്ചർ പഠിപ്പിച്ചാണെന്ന് പറ. സന്ധി ടീച്ചറൊക്കെ എല്ലാം അടിച്ചിട്ടുണ്ട്. ഇതെത്ര എന്നെ ടീച്ചർ അടിച്ചതും എന്നാ പിന്നെ പാണ്ടക്കുട്ടൻ അമ്മേനൊന്നും കാണിക്കണ്ട. പാണ്ടക്കുട്ടൻ. അപ്പൊ ഗൈസ്, നമ്മുടെ മഷ്റൂം കറിയും അതിന്റെ വിശേഷങ്ങളും നിങ്ങൾ കണ്ടു, ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തേക്കാം. നിങ്ങൾക്കും എങ്ങനെയാന്നുള്ളത് കമന്റ് ചെയ്യാട്ടോ. ഓരോരുത്തരും ഓരോ രീതികളാണല്ലോ. അപ്പോ അയ്യോ വയ്യേ തളർന്നേ. ഇങ്ങനെയാണ് ദോശ നമ്മൾ ചുടുന്നത് കേട്ടോ. നല്ല നൈസായിട്ട് ചുടും. തീരെ താണ്ട ഇങ്ങനെ നല്ല നൈസായിരിക്കും. എല്ലായിടത്തും ഇങ്ങനെ അല്ല ചുടുന്നതെന്ന് നമ്മുടെ ഇവിടെ, അതായത് നമ്മുടെ ഇവിടുന്ന് വന്നില്ലേ UK ചേച്ചി, രശ്മി ചേച്ചിയുടെ ഫാമിലി പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് എല്ലായിടും ഇങ്ങനെ അല്ല ചുടുന്നത്. നമ്മൾ നല്ല നൈസായിട്ട് ചുടും. അത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നൈസായിട്ട് ദോശ. ഞാൻ എങ്ങനെയാന്ന് ഇവിടെ ഒന്ന് കാണിച്ചു തരാം. തവി മാവ് തീനെ ലാസ്റ്റ് തവിയാണ്. ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ ഒഴിക്കുക, പരത്തി ഇതാകണ്ട ഈ മട്ടാവും. നല്ല ടേസ്റ്റാ. എന്ത് കൊച്ചു ശുണ്ടരി എന്റെ കൊച്ചു പഠിച്ചേ. പിന്നെ ആൾക്കാർക്ക് നിന്നെ നോയിക്കൊണ്ടിരിക്കുന്നല്ലേ. അപ്പം വൈൻഡപ്പ് ചെയ്യുന്നു. ടാറ്റ. നമ്മുടെ മഷ്റൂം കറി ഉണ്ടല്ലോ. ടാറ്റ. നേരെ കാണിക്ക, കാണട്ടെ ആര് ആൾക്കാരെ. നിർത്തിട്ട് പോടാ അങ്ങോട്ട്. കാറ്റോട് രണ്ടുപേരും കൂടെ.